അർജുൻ അവസാനമായി ഫോണിൽ നാട്ടിലേക്ക് ബന്ധപ്പെട്ടത് ചൊവ്വാഴ്ചയാണ്. സമീർ എന്ന സുഹൃത്തിനോടാണ് അർജുൻ അവസാനമായി സംസാരിച്ചത്. അപകട വിവരം കുടുംബത്തെയും പോലീസിനെയും അറിയിച്ച സമീർ ജനൻ ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു. ആ പ്രതികരണത്തിലേക്കൂടി. കർണാടകയിലെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ അതിൽ അകപ്പെടുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് അർജുൻ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അർജുനുമായി സംസാരിച്ച സമീർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാം. ഈ അർജുനുമായിട്ട് എത്ര മണിക്കായിരുന്നു നിങ്ങൾ സംസാരിച്ചത്? എത്രാം തീയതിയായിരുന്നു? 16-ാം തീയതി വെളുപ്പിന് ഒരു 3-3:30 സമയത്ത് വരെ അവന് സംസാരിച്ച ഫോണിൽ. പിന്നീട് അവനവിടെ കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞു. 8-8:30 മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഫോൺ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ഉറങ്ങുമ്പോൾ സ്വിച്ച് ഓഫ് ആയി കിടന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഉച്ച ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ മുതലാളി വിളിച്ച് അവിടെ ഒരു ഫ്ലഡ് ഉണ്ടായിക്കണ്, നിങ്ങൾ അറിഞ്ഞോ, അർജുൻ്റെ വണ്ടി അതിൽ പെട്ടോ എന്നുള്ളത് അറിയില്ല. ഞാനത് അന്വേഷിച്ചപ്പോൾ അവൻ്റെ GPS അവിടെയാണ് കട്ടാവുന്നത്. ഇപ്പോഴും ഇന്നത്തേക്ക് 4 ദിവസമായി. ഇപ്പോഴും ഞാൻ ഈ ദിവസം സംസാരിക്കണ ഈ ഒരു 10 മിനിറ്റ് മുന്നേ മുതലാളിനെ വിളിച്ചപ്പോൾ പോലും ഇവിടുന്ന് ഇപ്പോൾ ഇത്രയും വാർത്തയും കാര്യങ്ങളുണ്ടായിട്ട് പോലും അവിടെ ഒരു പുതുമകളൊന്നുമില്ല. ആ പഴയ സ്ഥിതി തന്നെ തുടരുകയാണ്. ഒരു രക്ഷാപ്രവർത്തനത്തിന് 2-3 ഇറ്റാച്ചിയുണ്ട്, 4-5 ടിപ്പറുണ്ട്. ഇന്നും അവന് അല്പമെങ്കിലും ജീവനം ഉള്ളിലുണ്ടെങ്കിൽ ഇന്നെങ്കിലും അവനെ കിട്ടിയാലേ ഒരു മനുഷ്യന് വെള്ളവും ഭക്ഷണവും ഇല്ലാണ്ട് ഒരു 3-4 ദിവസമൊക്കെ അല്ലേ ഒന്നിൻ്റെ ഉള്ളിൽ കഴിയാൻ കഴിയുള്ളൂ. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ എത്തിയിട്ട് അതിനൊരു നടപടി എടുക്കാൻ വേണ്ടി പറയാം. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെന്താ? നിങ്ങൾ ഒരുമിച്ചാണോ അവിടുന്ന് പുറപ്പെട്ടത്? എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു വണ്ടി? കർണാടകയിലെ രാംനഗറിന്ന് ഇടവണ്ണയിലേക്കുള്ള കട്ടൻസും കയറ്റി വരുന്ന വണ്ടിയാണ്. അത് 15-ാം തീയതി വൈകിട്ടാണ് പുറപ്പെട്ടതാണ്. 17-ാം തീയതി ഇവിടെ ഇറക്കാവുന്ന ഒരു 2 ദിവസമുള്ള ഓട്ടമുണ്ട്. 17-ാം തീയതി ഇവിടെ ഇറക്കാവുന്ന ദൂരേ ഉള്ളൂ. അതിനിടക്കാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി വരെ വണ്ടി എൻജിൻ സ്റ്റാർട്ടായി എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് റിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള ഓരോ വകകളാണ്. പക്ഷേ ഇപ്പോഴും അത് ആ വണ്ടീൻ്റെ അടുത്ത് പോലും JCB ഇറ്റാച്ചും എത്താനായിട്ടില്ല. വണ്ടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സാധാരണ നിങ്ങളുടെ ഡ്രൈവേഴ്സ് എങ്ങനെ വണ്ടി ഓൺ ആയിരിക്കും? എങ്ങനെയത്? അല്ലല്ല, വണ്ടി ഓഫ് ആക്കിയിട്ട് AC ഉള്ള വണ്ടി ആയതുകൊണ്ട് അത് കുറച്ച് നേരം AC ഇട്ട് വണ്ടി ഒന്ന് തണുപ്പിച്ചിട്ട് നോർമലി ആണെങ്കിൽ ഇപ്പം മഴയാണ്. ആ സമയത്തൊക്കെ നല്ല മഴ, അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ വണ്ടി അടച്ച് കിടന്നത്. അപ്പം AC-ൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, വണ്ടി ഓഫാക്കി ഫാൻ ഇട്ടിട്ട് കിടന്നിറങ്ങിയാൽ മതി. ഈ അവിടെ ഒരു തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അവിടെ ഇറങ്ങി ചായ കുടിക്കാനുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുമോ? സാധാരണ എത്ര സമയത്ത് കിടന്നാലും ഒരു 6 മണി 6:30 അവൻ എണീക്കാറുള്ളതാണ്. പിന്നെ അന്ന് നേരം വൈകിട്ടാണ് കിടന്നത്. അപ്പോൾ ആ തട്ടുകടയിൽ പോയ ആൾക്കാരൊക്കെ തട്ടുകടയുള്ള നടത്തിയിരുന്ന ലക്ഷ്മണൻ്റെ ഭാര്യയും 2 മക്കളും അവിടുത്തെ പണിക്കാരനും അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന 2 അണ്ണന്മാരുടെ ഡ്രൈവർമാരുടെ ബോഡി വരെ കിട്ടി. അപ്പോൾ അങ്ങനത്തെ എന്തുണ്ടെങ്കിൽ അവിടുന്ന് അതിൻ്റെ ഒരു പ്രതി കിട്ടാവുന്നതാണ്. പക്ഷേ വണ്ടി കാണിക്കുന്നത് അവിടെ തന്നെയാണ്. ഫോൺ റിങ് ചെയ്യുമ്പോൾ വണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഈ GPS സിഗ്നൽ എങ്ങനെ നിങ്ങളുടെ കമ്പനിയിൽ നിന്നാണോ കിട്ടിയത്? അത് ബാജ്മൻസിൻ്റെ കമ്പനി നമുക്ക് ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഷെയർ ചെയ്ത് ഓണർമാർക്ക് കിട്ടുള്ള ഓണർമാർ അതിൽ വണ്ടി എവിടെയുള്ളത്, എങ്ങനെയുള്ളത്, എത്ര സ്റ്റാർട്ട് ചെയ്ത്, എത്ര ഡീസൽ അതിലുണ്ട് എല്ലാം വ്യക്തമായിട്ട് കിട്ടാവുന്ന സാധനമാണ് GPS. അതിൻ്റെ സിഗ്നൽ ഇപ്പോഴും ലഭിച്ചിട്ടുണ്ടല്ലോ? വണ്ടി ഓഫായി ഇപ്പോഴും അവിടെ തന്നെ ലഭിച്ചത്. ബാജ്മൻസിൻ്റെ കമ്പനിയാണ് അത് പറഞ്ഞത്. അത് ആൽബമിൻ്റെ കണ്ടന്റ് കാണിക്കേണ്ട വണ്ടി രാത്രി പോലും സ്റ്റാർട്ടായിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായെന്ന് കമ്പനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സമയത്ത് നിങ്ങൾ വേറെ സ്റ്റേഷനിലെ മറ്റു വിവരം അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവിടെയുള്ള കാർവാറല്ല, അങ്കോല സ്റ്റേഷനിലേക്ക് സംസാരിച്ചതാണ്. അപ്പോൾ അവിടുന്ന് CAനോടൊക്കെ സംസാരിച്ച് അവരൊക്കെ വന്ന് ഇതിനുള്ള അവർക്ക് റോഡ് ആ ഭാഗം നാഷണൽ ഹൈവേ റോഡ് ബ്ലോക്കാണ്. അവർക്ക് ആ റോഡ് ഒരു ഭാഗം ക്ലിയർ ചെയ്ത് വണ്ടീൻ്റെ യാത്രാ തടസ്സം നീക്കുക എന്നുള്ളതല്ലാണ്ട് അവിടെ ഒരു വണ്ടി കുടുങ്ങിയെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ അവരത് മുഖവിലേക്ക് എടുക്കില്ല. അവർക്ക് മനുഷ്യൻ്റെ ജീവൻ്റെ ഒരു വിലയും കൽപ്പിക്കില്ല. നമ്മൾ പറയേണ്ടതിനുള്ളിൽ ഒരു വണ്ടി ഉണ്ട്, ഒരു വണ്ടിയല്ല, ഒന്നിൽ കൂടുതൽ വണ്ടി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് കൊണ്ട് അവിടെ ഒരു വണ്ടി ഉണ്ട് എന്നുള്ളത് അറിയാം. അല്ലാതെ കാറ് വിട്ടെന്ന് പറയുന്നുണ്ട്, വേറെ ലോറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ ഭാഗത്തേക്കൊന്നും ആരും പോകുന്നില്ല, അതിന് വേണ്ടി നടപടി എടുക്കണമെന്നില്ല. നിങ്ങളുടെ കമ്പനി ഒരു കമ്പനിയാണല്ലോ നിങ്ങൾ? അവിടെ നിന്ന് തന്നെ വന്ന വേറെ വണ്ടികളുണ്ടോ? അവിടുന്ന് അവന് കിടക്കണ കണ്ട് ഒരു 6 മണിക്ക് 6:30 ഏറ്റവും വേറൊരു സവാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവനെ വിളിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ കുറച്ച് മണിക്ക് കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ആ സംഭവം ഉണ്ടാണ് 1/2 മണിക്കൂർ മുന്നായിട്ട് അവിടെ പാസ് ചെയ്ത് പോയതാണ് വണ്ടി. അതായത് 6 മണിക്ക് സവാദ് എന്ന് പറയുന്ന വ്യക്തി അർജുനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ.
അപ്പോൾ അവൻ പറഞ്ഞത് അവൻ ഉറങ്ങുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. അതുവരെ ഈ ഫ്ലഡ് ഒന്നും ഉണ്ടായില്ല. 8 മണിക്കാണ് ഈ ഫ്ലഡ് ഉണ്ടായതെന്നാണ് കേട്ടത്. അപ്പോൾ അതുവരെ ഫ്ലഡ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അവൻ കുറച്ചുകൂടി അവിടെ ഉറങ്ങി. അവിടെ സാധാരണ ഫ്ലഡ് ഉണ്ടാകുന്ന ഏരിയകളൊന്നല്ല. ഇപ്പോൾ ആ റോഡ് വന്നിട്ട് തന്നെ 5-8 വർഷമായി. അതുവരെ അങ്ങനത്തെ സംഭവം ഞാനടക്കമുള്ള എല്ലാ ഡ്രൈവർമാരും, കേരളത്തിൽ നിന്ന് പോകുന്ന ഡ്രൈവർമാരും അവിടെ കിടന്ന് ഉറങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോകുന്ന സ്ഥലം, കുളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്, കുടിക്കുന്ന വെള്ളം കിട്ടാൻ സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവരും കിടക്കുന്ന ഇതുവരെ അങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഉള്ളതെന്ന് ഇപ്പോൾ ഈ 2024 ജീവിക്കണേ. ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ട് പോലും 4 ദിവസമായി അവനവിടെ കിടക്കുന്നതൊന്നും രക്ഷപ്പെടുത്താൻ. അപ്പോൾ രാഷ്ട്രീയം പറയില്ല, മതം പറയില്ല, പക്ഷെ ഇതൊന്നും ആരായാലും ഒന്ന് രക്ഷപ്പെടുത്തിയെടുത്താൽ വലിയൊരു ഉപകാരം. അതേ പറയാനുള്ളൂ. ഇന്നും കൂടി പ്രതീക്ഷ ഉണ്ട്. നാളത്തെ ഉള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകും നമ്മളെ. ഓക്കെ, എന്നാൽ ഓരോ നിമിഷം കഴിയുമ്പോഴും പ്രതീക്ഷകൾ, ഈ അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ടുള്ള പ്രതീക്ഷയിലാണ് കുടുംബം ഉൾപ്പെടെയുള്ള നമ്മളുൾപ്പെടെയുള്ള എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. 4ാമത്തെ ദിവസമാണ്. രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ല എന്നാണ് അവിടുന്ന് ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അർജുൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ അവിടെയുണ്ട്. എന്നാൽ അത് പുരോഗമിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്ക കുടുംബം പങ്കുവയ്ക്കുന്നു. അത് ത്വരിതപ്പെടുത്താൻ ആവശ്യമായ നടപടി എത്രയും വേഗം ഇരു ഗവൺമെൻറ്റുകളും കൈക്കൊള്ളണമെന്ന ഒരു അപേക്ഷയാണ് കുടുംബത്തിൻ്റെ മുന്നിലേക്ക് അർജുൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വെക്കുന്നത്.